അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ അഞ്ചാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസ് യാ നാറു കൂനി ബർദൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഉസ്താദ് സൂറത്തുൽ അസ്ർ ഓതിക്കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നാം പാരായണം ചെയ്ത സൂറത്തുൽ അസ്റിൽ മദ്ദുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെല്ലാം മദ്ദുകൾ? സിനാൻ, ഈ സൂറത്തിൽ അൽ മദ്ദുൽ അസീ ആണുള്ളത്. ഇതിന് അൽ മദ്ദു തബഈ എന്നും പേരുണ്ട്. ഉസ്താദ്: അഹ്സൻത. നമുക്ക് മദ്ദുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഫത്ഹയുടെ ശബ്ദത്തെ അലിഫ് കൊണ്ടും കസ്റയുടെ ശബ്ദത്തെ യാ കൊണ്ടും ലമ്മയുടെ ശബ്ദത്തെ വാവ് കൊണ്ടും നീട്ടുന്നതിനാണ് മദ് എന്ന് പറയുന്നത്. മദ് 2 ഇനമുണ്ട്: അൽ മദ്ദുൽ അസ്ലി, 2 അൽ മദ്ദുൽ ഫറഈ. ഹർക്കത്തുള്ള 2 അക്ഷരം ഒഴിയുന്ന സമയമാണ് അൽ മദ്ദുൽ അസ്ലിയുടെ ദൈർഘ്യം. ഇതിന് 1 അലിഫിന്റെ ഖദർ എന്നാണ് പറയുക. 1 അലിഫിനേക്കാൾ കൂടുതൽ മദ് അസ്ലിയെ നീട്ടാൻ പാടില്ലാത്തതാണ്. അൽ മദ്ദുൽ അസ്ലി വരുന്ന പദങ്ങളിൽ അവ നീട്ടാതിരിക്കാനോ ഇല്ലാത്ത പദങ്ങളിൽ നീട്ടാനോ പാടില്ല. ഗുരുതരമായ അർത്ഥവ്യത്യാസം വന്നേക്കാമെന്നതാണ് കാരണം. ഉദാഹരണം: ഖുൽന, ഖുൽനാ, ഫഅൽന, ഫഅൽനാ. അവിടെ നമുക്കതിൻ്റെ അൽ ഖിറാഅത്തു വൽ ഹിഫ്ള് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. 1. നഖറഉ സൂറത്തുൽ ബഖറ 238, 281. സൂറത്തുൽ ബഖറ 238 മുതൽ 281 വരെയുള്ള ആയത്തുകൾ ഓതുക. മുറാഅത്തിൽ മദ്ദുൽ അസ്ലി, മദ് അസ്ലിയെ ശ്രദ്ധിച്ച്. 2ാമത്തെ കാണാം നഹ്ഫദു സൂറത്ത് യാസീൻ 30 മുതൽ 36 വരെ. വാഖിഅ 27 മുതൽ 34 വരെ. അത് കാണാതെ പഠിക്കേണ്ടതാണ്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഖാമിസ് യാ നാറു കൂനി. 1ാമത്തത് കാണാൻ നസ്വിലു, ചേരുംപടി ചേർക്കുക. ഫത്ഹയുടെ ശബ്ദത്തെ നീട്ടുന്നു. ഉത്തരം അലിഫ് കൊണ്ട് ബി. 2. കസ്റയുടെ ശബ്ദത്തെ നീട്ടുന്നു. ഉത്തരം സി, യാ കൊണ്ട്. ലമ്മയുടെ ശബ്ദത്തെ നീട്ടുന്നു. ഉത്തരം വാവ് കൊണ്ട്, എ. ഇനി 2ാമത്തെ വർക്ക് കാണാം. നുജീബ്. 1. മദ് എത്ര ഇനം, ഏതെല്ലാം? 2 ഇനം. 1 അൽ മദ്ദുൽ അസ്ലി, 2 അൽ മദ്ദുൽ ഫറഈ. 2ാമത്തെ ചോദ്യം: അൽ മദ്ദുൽ അസ്ലിന്റെ ദൈർഘ്യം എത്ര? ഉത്തരം ഹർക്കത്തുള്ള 2 അക്ഷരം ഒഴിയുന്ന സമയം. 3. 1 അലിഫിന്റെ ഖദർ എന്നാൽ എത്ര? ഉത്തരം ഹർക്കത്തുള്ള 2 അക്ഷരം ഒഴിയുന്ന സമയം. ഇനി 4ാമത്തത് കാണാം. മദ് അസ്ലിയെ നീട്ടാൻ പാടില്ലാത്ത അളവ് 1 അലിഫിനേക്കാൾ കൂടുതൽ. 5ാമത്തെ ചോദ്യം: അൽ മദ്ദുൽ അസ്ലിന് പറയുന്ന മറ്റൊരു പേര് അൽ മദ്ദു തബഈ. ഇനി അവിടെ കാണാം 3ാമത്തെ വർക്ക് നഖറഉ സൂറത്തുൻ നസ്ർ വനക്തശിഫു മിൻഹാ അൽ മദ്ദുൽ അസ്ലി. സൂറത്തുൻ നസ്ർ ഓതി അതിലെ മസ്ലിയായ മദ്ദിനെ കണ്ടെത്തുക. അവിടെ എഴുതിയിട്ടുണ്ട്: ഇദാ അന്നാസ് യദ്ഖുലൂന ഫീ ദീനി അഫ്വാജ ഇന്നഹു കാന തവ്വാബാ. ഇത് വളരെ വ്യക്തമായി എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.